പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. വലിയൊരു ഉത്തരവാദിത്വമാണ് കർത്താവേ ഈ കൂട്ടായ്മയെ അങ്ങ് പരമേൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള സകല മക്കൾക്ക് വേണ്ടി, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ശക്തിയോടെ കണ്ണീരോടെ ഉപവസിച്ച് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ പ്രത്യേകം വിളിച്ചു. കർത്താവ്, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അതിശക്തമായിട്ട് ഇടപെടണമേ. അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഓരോ മേഖലകൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മക്കളെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ, വിജയം നൽകുവാൻ കർത്താവെ അവരുടെ അഭിഷേകവും കൃപയും ശക്തിയും പ്രാപിക്കുവാൻ അങ്ങയുടെ സ്വന്തമായി തീരുവാൻ ഇടയാകട്ടെ. കർത്താവ്, ഈ പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ അനുഗ്രഹിക്കണം. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങള് അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ മനസ്സറിഞ്ഞ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കർത്താവെ ഞങ്ങൾക്ക് വേണ്ട കൃപാദാനങ്ങളും ആരോഗ്യവും സന്തോഷവും എല്ലാം നൽകി ഈ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും കാർമൽ ധ്യാന കേന്ദ്രത്തെയും അയോഗ്യദാസനായ എന്നെയും അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് മുതല് നമ്മുടെ മക്കളെ സാത്താൻ കെണി കുടുക്കി നശിപ്പിക്കുന്ന കുറെ മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഒരു വലിയൊരു വിടുതലിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു കാര്യം, ഒരു ആത്മീയ പോരാട്ടത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഈ യുദ്ധം, ഇതൊരു യുദ്ധമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് കുറെ പേര് ചില ശുശ്രൂഷകളിലൊക്കെ വളരെയേറെ കുറച്ച് പേരാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾ ഈ ശുശ്രൂഷ വിലമതിക്കണം. അനേക മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. വിടുതലിന്റെ, സാത്താൻ അടിമപ്പെടുത്തി ബന്ധിച്ച് കെണി കുടുക്കി നശിപ്പിക്കുന്ന മക്കളെ വിടുവിക്കുന്ന ശക്തമായ പ്രാർത്ഥന സാധിക്കുന്ന മക്കളൊക്കെ ഉപവസിക്കുക, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുക്കുക, ആരാധനയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മക്കൾ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക, തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലുക, കരുണയുടെ ജപമാല ചൊല്ലുക. ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വീകരിച്ച് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി നിങ്ങൾ പറയാണ്, നമ്മുടെ ശുശ്രൂഷ ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാണ്. മക്കള് പോയാ പിന്നെ പോയില്ലേ മക്കളെ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു സുവിശേഷ വേലയായിട്ട് എടുത്ത് അനേക മക്കൾക്ക് നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കണം. പങ്കുവെച്ച് കൊടുത്താൽ മാത്രം പോരാ, അവരോട് പറയണം, നിങ്ങൾ കൂടണം, പ്രാർത്ഥിക്കണം, യോഗങ്ങൾ മനസ്സിലാക്കണം, അവസ്ഥകൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് ചങ്കിൽ ഏറിക്കൊണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ പറയണം കേട്ടോ. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു മേഖല, നമ്മുടെ മക്കളെ സാത്താൻ കെണിയിൽ പെടുത്തി ആ കെണിയിലിട്ട് നമ്മുടെ മക്കളെ ഉപയോഗിക്കുന്ന മേഖലകൾ. അവന്റെ ഇഷ്ട നിർവഹണത്തിനായിട്ട് നമുക്കറിയാം, ഒരു കെണിയിൽ പെട്ടാൽ പിന്നെ ആ പെട്ടുപോയ ചെവിയുടെ മേൽ ആരാണോ കെണിപ്പെടുത്തിയ അവനാണ് അധികാരം. അവനാ ജീവിയെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ പോലെ പല പല പാപത്തിലൂടെ, പല പല തെറ്റായ തീരുമാനങ്ങളിലൂടെ, ചില മീഡിയയിലൂടെ, കൂട്ടുകെട്ടിലൂടെ നമ്മുടെ മക്കളെ സാത്താൻ ചില കെണികളിൽ പെടുത്തിയിട്ടുണ്ട്. അവന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മക്കൾ. അതോടൊപ്പം തന്നെ അവന്റെ ഇഷ്ടം, അവന്റെ ആഗ്രഹം നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി നശിപ്പിക്കുന്ന ഒത്തിരി ഒത്തിരി മേഖലകൾ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മേഖല, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കൾ. ഇത് പൈശാചികമായ ഭയങ്കര കെണിയാണ്, അവന്റെ ബന്ധനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്,
യെരമ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 6-ാം വചനം പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്കുവിൻ, നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, സംഖ്യ കുറഞ്ഞു പോകരുത്. ഉൽപ്പത്തി 1:28 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞുണ്ട്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുവിൻ. കർത്താവ് പറഞ്ഞു വിവാഹം കഴിക്കണം, സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകണം, സംഖ്യ കുറഞ്ഞു പോകരുത്. എന്നാൽ ഇന്ന് അനേക മക്കൾക്ക് വിവാഹമേ വേണ്ട. അച്ഛനെ ശുശ്രൂഷയില് ആദ്യം തന്നെ ഇന്ന് ഈ വിഷയം എടുക്കാനുള്ള കാരണം, അനേകം പേര് ഈ ദിവസങ്ങളില് 34 വയസ്സ് 35 വയസ്സ് പ്രായമേറി കല്യാണം വേണ്ട. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പനും അമ്മ എങ്ങനെയല്ല, അല്ലെങ്കിൽ ചില പ്രേമ നൈരാശ്യങ്ങൾ, അല്ലെങ്കിൽ ബ്രേക്കപ്പുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ. അതിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികള്, സഹനങ്ങള്, കട്ടപ്പാടുകൾ ഇതൊക്കെ വരും. എന്തു പറഞ്ഞാലും ജീവിതത്തിന്റെ കട്ടപ്പാടും ദുരിതങ്ങളും മനുഷ്യനെ ഏറ്റെടുത്തേ പറ്റൂ. അതില്ലാണ്ട് ജീവിതമില്ല. ഇപ്പൊ ഞാനൊരു പുരോഹിതനാണ്. ഇന്നലെ നമ്മുടെ മരുത്തോറവട്ടം കൺവെൻഷൻ 5 ദിവസം ഒത്തിരി കട്ടപ്പെട്ട്, ഒത്തിരി ക്ഷീണിച്ച് മടുത്ത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കട്ടപ്പാടുണ്ട്. ഈ ദിവസങ്ങളിലുള്ള ഈ പ്രാർത്ഥന മുടങ്ങാതെ പോകുന്നു. അല്ലെങ്കിൽ പുറത്തുള്ള കൺവെൻഷനുകൾ, ഇവിടെ ധ്യാനങ്ങള്, അനേകം പേര് വിളിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, കാണാൻ വരുന്നു. ഈ പൗരോഹിത്യം എന്ന് പറയുന്ന എന്റെ ജീവിതം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിനുവേണ്ടി ത്യാഗം ചെയ്ത് സമയമെടുത്ത് പ്രാർത്ഥിച്ച് നല്ല കഷ്ടപ്പാടുണ്ട്. ഇതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കഷ്ടപ്പാട് കണ്ട്, പ്രശ്നം കണ്ട്, സങ്കടം കണ്ട്, പ്രതിസന്ധി കണ്ട് നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കണം. ഏതൊരു ജീവിതത്തിലും കഷ്ടപ്പാടുണ്ട്. അത് ഏത് നോക്കിക്കോ. ഇപ്പൊ ജോലി ചെയ്യാൻ, പഠിക്കാൻ, വിവാഹ ജീവിതം ജീവിക്കാൻ, കുടുംബത്തെ ജീവിക്കാൻ, പൗരോത്യം ജീവിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ, അത് ചെയ്തില്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ഉപകാരമുണ്ട്? അതുകൊണ്ട് ജീവിതത്തില് സഹനങ്ങൾ ഒരു ഭാഗമാണ്, അതുണ്ടാവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വചനം ഈശോ പറയുന്നുണ്ട്, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. നമ്മൾ അഴിയാനുള്ളവരാ. നമ്മുടെ കാർന്നോമാരൊക്കെ കട്ടപ്പെട്ട് അഴിഞ്ഞത് കൊണ്ടല്ലേ മക്കളെ നമ്മളൊക്കെ ജീവനോടിരിക്കുന്നത്. ഇന്ന് കല്യാണം വേണ്ടെന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പുരുഷൻ, പെൺകുട്ടികളാ കൂടുതൽ. പെൺകുട്ടി ഒന്ന് ചിന്തിക്കണം, അവളുടെ അമ്മ, അവളുടെ അപ്പൻ കല്യാണം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഇവനുണ്ടാവുമായിരുന്നോ? അപ്പൊ ചില പിള്ളേര് പറയും, എന്തിനാ ഉണ്ടാക്കിയേ? അങ്ങ് ചോദിക്കുന്ന പിള്ളേരുണ്ട്. അപ്പനോട് അമ്മയോട് എന്തിനാ ഉണ്ടാക്കിയേ? എന്നെ പ്രിയപ്പെട്ട മക്കളെ, ദൈവികമായ സംവിധാനം, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി, മനുഷ്യന്റെ സൃഷ്ടികർമ്മം, ആ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള ദൈവത്തിന്റെ വിളി, ലൈംഗികത, വിവാഹം, ഉദാശ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? പറഞ്ഞിങ്ങനെ സത്യം സത്യമായിട്ടും ഫലം പുറപ്പെടുവിക്കണോ? അഴിയണം. പിന്നെ പൗരോഹിത്യം അത് അഴിഞ്ഞാലേ ഫലമുള്ളൂ. അതിനുവേണ്ടി കഷ്ടപ്പെടണം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടണം, അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ത്യാഗം ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് അനേകം ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുന്നെങ്കിൽ എന്റെ പൗരോഹിത്യം വെറും പാഴാണ്. ഞാൻ കുറെ അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, 3 നേരം 4 നേരം ഭക്ഷണം കഴിക്കും. പറയാൻ പാടില്ല, എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കും, കടന്നുറങ്ങും, സുഖമായിട്ട് ജീവിക്കും, ഒരു പ്രാർത്ഥനയില്ല, ആത്മാക്കളെ കുറിച്ച് ചിന്തയില്ല, എന്തൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കുന്നവര് പാഴ്ജന്മങ്ങളെന്ന് ഞാൻ പറയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വില ഉണ്ടാവണം. സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇനി വേറൊന്നുണ്ട്, ഈ സമയത്ത് കല്യാണം കഴിക്കാതെ ഫലം പുറപ്പെടുവിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ ഈ മക്കളൊക്കെ നിരാശയിലും ശൂന്യതയിലും ഒക്കെ ജീവിക്കും. കുറെ കഴിയുമ്പോ, ഇപ്പോഴാണെങ്കിലോ പല പല ബന്ധങ്ങള്, ലിവിങ് ടുഗദർ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നു, അവനവന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നു, അതിനുവേണ്ട മക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നു.
അങ്ങനെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? ഫലം പുറപ്പെടുവിക്കാത്ത ജീവിതങ്ങളായി മാറിയാണ് ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ കുറെ പ്രായമാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ അനേകം ആത്മാക്കൾക്ക് വേണ്ടി ദൈവം വിളിച്ച വിളി, ഈ പൗരോഹിത്യം ജീവിച്ചു, കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു അനേകം ആത്മാക്കൾ. അതെനിക്കൊരു സംതൃപ്തി തരും. ഇല്ലെങ്കിലോ പാഴ്ജന്മങ്ങളായിട്ട് അവസാനിക്കുന്ന പൗരോഹിത്യം എന്തിനു വേണ്ടി അച്ഛനായി? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ എന്റെ കാരണവന്മാര് പറയില്ലേ, 10 മക്കളുണ്ട് അച്ഛാ, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടി. അതൊരു വലിയൊരു സംതൃപ്തിയാ. അതല്ലേ ഈശോ പറഞ്ഞേ, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കീറി മുറിച്ച് നമുക്ക് വേണ്ടി തന്നിട്ടാ ഈശോ പറഞ്ഞേ, ഇത് ഓർമ്മയ്ക്കായി ചെയ്യും. ഈശോ സഹിച്ചിട്ടല്ലേ മക്കളെ നമുക്ക് ജീവൻ തന്നെ? അനേക മക്കൾക്ക് ജീവൻ കൊടുക്കാൻ, അനേക മക്കൾക്ക് ജന്മം കൊടുക്കാൻ, അനേക മക്കളെ സ്വർഗത്തിൽ എത്തിക്കാൻ നമുക്ക് ലഭിച്ച വലിയ വിളിയാണ് പൗരോഹിത്യം, വിവാഹ ജീവിതം, കുടുംബജീവിതം. അത് ജീവിക്കണം. അത് വേണ്ടെന്ന് പറയുന്നത് ദൈവത്തോടുള്ള മല്ലടിക്കലാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തോടുള്ള മറുതലിക്കലാണ്, അത് വചന ലംഘനമാണ്. അത് നമ്മുടെ മക്കൾക്ക് ഒത്തിരിയേറെ ദോഷം വരുത്തും. ഇനി കുറെ മക്കളുണ്ട് കല്യാണം ഞെട്ടിക്കൊണ്ടുപോകും. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, 127 സങ്കീർത്തനം 4 വചനം പറയാ, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ പടയാളിയുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ പോലെയാ. അവരെ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. മക്കള് യൗവനത്തിൽ ജനിക്കും. ഇന്ന് നമുക്കെന്താ പറ്റിയ? ഒരു പ്രായമാകുമ്പോഴാണ് മക്കളുണ്ടാവണേ. അത് വേണോ വേണ്ടയോ താല്പര്യമില്ലാണ്ട് ഈ മക്കൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ല. വേണ്ടാത്ത വേണോ വേണ്ടയോ അങ്ങനെ ജീവിക്കുന്ന മക്കളെ ഒത്തിരി. ഒരു ഉഷാറും ഇല്ല, ഒരു ഉണർവില്ല. വേണോ വേണ്ടയോ, യൗവനത്തിൽ ജനിക്കണം. ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക് പറ്റിപ്പോയ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് വിവാഹം വേണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിക്കത്തക്ക വിധം ഞാൻ പറയും, പിശാച് നമ്മുടെ മക്കളെ വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് ഈ ലോകത്തിന്റെ ദൈവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനോ ദൈവഗീതം തിരിച്ചറിയാനോ യഥാർത്ഥമായ അടിസ്ഥാനം മനസ്സിലാക്കി ജീവിക്കാനോ പറ്റാത്ത വിധത്തില് സാത്താൻ ഈ മക്കളെ കെണിപ്പെടുത്തി അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കറങ്ങാൻ പോണു, തിന്നാൻ പോണു, വ്യഭിചരിക്കുന്നു, വേറെ പല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ കാരണവന്മാരെ വേദനിപ്പിക്കുന്നു. ഈ കല്യാണം വേണ്ടെന്ന് പറയുന്ന മക്കളുടെ അപ്പനും അമ്മയൊക്കെ എന്തോരം കണ്ണീരൊഴുക്കണമെന്ന് എനിക്കറിയാം. ആ കണ്ണുനീര്, ആ വേദന, ആ നെടുവീർപ്പ് ഈ മക്കൾക്ക് ഗുണകരമാണോ? അല്ല. കുടുംബത്തിനൊരു ഒരു സമയമുണ്ട്. സമയത്ത് കല്യാണം നടക്കുക, സമയത്ത് പേരക്കിടാങ്ങൾ ഉണ്ടാവുക, സമയത്ത് എല്ലാം നടന്നാൽ അതൊരു ദൈവിക പദ്ധതിയാണ്. അതൊന്നും നടക്കാതെ വരുമ്പോ ഈ മക്കളുടെ മേൽ പരിക്കുന്ന ശാപം അപ്പനമ്മ അറിഞ്ഞിട്ട് പോലുമല്ല, എന്നാലും വരുന്നേ, ശാപം വരും. അതുകൊണ്ട് അതൊരു വശം. പിന്നീട് ഈ മക്കള് സമയം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? സമയത്ത് കല്യാണം കഴിഞ്ഞ് സമയത്ത് മക്കൾക്ക് ജന്മം കൊടുത്ത് ആ മക്കളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, സ്വയം തിന്നുന്നു, സ്വയം സുഖിക്കുന്നു. അഴിയാത്ത ജന്മങ്ങള്. അപ്പൊ എങ്ങനെയൊക്കെ പറയും, ജൂബിലേക്ക് ആഘോഷിക്കുമ്പോ ചില ആൾക്കാരെ കുറിച്ച് പറയും, പൂവമ്പഴം പോലെ ഇരിക്കാണ്, കീറി മുറിയപ്പെടാത്ത, വ്യയം ചെയ്യാത്ത, ഒത്തിരിയേറെ കഷ്ടപ്പെടാത്ത വലിയ പൂവമ്പഴം പോലെ. എന്തിന് ജന്മം പാഴാക്കി? അഴിയണം, മുറിയപ്പെടണം, ഇല്ലാണ്ടാവണം. എന്നിട്ട് മക്കളെ വളർത്തി ആ മക്കളെ കാണുമ്പോൾ കുറെ പ്രായം ഒരു സന്തോഷം. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ, ആ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാണല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പടുത്തുയർത്തുമ്പോ അത് കാണുമ്പോ നമുക്ക് സന്തോഷ. ആ സംതൃപ്തി അങ്ങേയറ്റത്ത് അനുഭവിച്ചറിയുന്ന ഒരു സന്തോഷം എനിക്കുണ്ട്. ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിലൂടെ സ്വർഗത്തിൽ ജനിച്ച മക്കള്, മാനസാന്തരപ്പെട്ട മക്കള്, അതൊരു പൗരോഹിത്യത്തിന്റെ അഭിമാനമാണ്. അംഗത്തെ വെച്ച് പറയാ അഭിമാനമാണത്. ഇതുപോലെ മക്കളെ, നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ സന്തോഷം, ഈ സംതൃപ്തി, ഈ അഭിമാനം, അത് വളരെയേറെ ഭയാനകമാണ്. അത് പിന്നീട് കുറ്റബോധത്തിലേക്ക്, നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക്, ജീവിതത്തിന് അർത്ഥമില്ലായ്മയിലേക്ക് നയിക്കും. ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഒരു നല്ല പ്രായം കഴിഞ്ഞ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ വേദനിക്കുന്ന കുറെ പേരെ
അച്ഛൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു പൈശാചിക ബന്ധനമാണ്. വേണ്ടാത്ത ചിന്ത, അന്ധമാക്കപ്പെട്ട ആ ഒരു കണ്ണുകള്, ചിന്തകള്, തീരുമാനങ്ങള് പിശാച് കെണിപ്പെടുത്തി അവന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ഈ മക്കളെ ഉപയോഗിക്കുന്നു. ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, കന്യാസ്ത്രീമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി മക്കള് വിളിക്കപ്പെട്ടിട്ട് ആ ദൗത്യം പൂർത്തിയാക്കാതെ തിന്ന് കുടിച്ച് ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കുന്ന എത്രയോ വൈദികര്, എത്രയോ സന്യസ്തര് ഒത്തിരിയുണ്ട്. മക്കളെ, ഇത് നമ്മുടെ സഭയുടെ ശാപമാണ്. നമ്മുടെ കുടുംബത്തിൽ മക്കള് എന്താ പറയാ, കല്യാണം വേണ്ട, ഇപ്പൊ വേണ്ട, പ്രായമായിട്ട് മതി. മക്കളെ, ഇത് ഭയങ്കരമായ കുടുംബത്തിന്റെ ശാപമാണ്, സഭയുടെ ശാപമാണ്. തുറന്നു പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, പ്രാർത്ഥിക്കണം മക്കളെ. ഇത് പിശാച് കെട്ടിവെച്ചേക്ക. അനേക വൈദികരെ പിശാച് കെണിപ്പെടുത്തി അവനെ പ്രവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിപ്പൂട്ടി വച്ചേക്ക. അനേക കന്യാസ്ത്രീമാരെ പിശാച് കെണിപ്പെടുത്തി ബന്ധിച്ച് കെട്ടിപ്പൂട്ടി വച്ചേക്ക. പിതാക്കന്മാരെ പോലും എന്നല്ല കെട്ടിപ്പൂട്ടി വച്ചിട്ടുണ്ട് പിശാച്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ആരാധനയിൽ അല്പസമയം പ്രാർത്ഥിക്കും. ഇന്ന് മുഴുവനും നിങ്ങൾ ഈ ഒരു നിയോഗം നമ്മുടെ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ മക്കൾ നല്ല തീരുമാനം എടുക്കട്ടെ, ദൈവഹിത തീരുമാനം എടുക്കട്ടെ, ആ മക്കൾ അതുപോലെ ജീവിക്കട്ടെ, കർത്താവ് പറഞ്ഞ പോലെ മക്കൾ ജനിക്കട്ടെ. അങ്ങനെ കൃപ നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, പിന്നെ കർത്താവിനനുസരിച്ചാണ്ടല്ലോ, കർത്താവിന് ഭയങ്കര സന്തോഷ. കർത്താവ് നമുക്ക് കൃപ തരും, ശക്തി തരും, എല്ലാ അനുഗ്രഹങ്ങളും തരും. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവം പറയുന്ന പോലെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും മക്കൾക്ക് ജന്മം കൊടുക്കാനും അച്ഛന്മാര് അതുപോലെ ജീവിക്കാനും. അല്ലാതെ കുറെ പാഴ്ജന്മങ്ങളായിട്ട് ജോബിലി ആഘോഷിക്കുമ്പോ പഴുത്തിങ്ങനെ പൂമ്പഴം പോലെ ഇരിക്കണം ചില ആൾക്കാരുണ്ട്. എന്തിന് ജീവിച്ചു? എന്തിന് ജീവിച്ചു? എന്തെങ്കിലും ഫലം ഉണ്ടാക്കിയോ? ഹോമോസെക്ഷുവാലിറ്റി എന്തെങ്കിലും ഫലമുണ്ടോ? ഗേ മാരേജ് എന്തെങ്കിലും ഫലമുണ്ടോ? ഫലം പുറപ്പെടുവിക്കാത്ത പാഴ്ജന്മങ്ങളായി തീരുന്ന കല്യാണമില്ല. ദൈവം തന്ന ലൈംഗികത, അത് ആ സമയത്ത് ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കുന്ന ആ സമയത്ത് കൃപയിൽ മക്കൾ ജനിച്ച് തലമുറയ്ക്ക് ജന്മം കൊടുത്താൽ അത് ദൈവത്തിന്റെ രക്ഷാകര ജീവദായകായ പ്രവൃത്തിയിൽ പങ്കുചേരില്ല, സ്വർഗം ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സാത്താന്റെ ടാർഗറ്റ്, അവന്റെ അജണ്ട, അവന്റെ കെണി, അവന്റെ പദ്ധതി തകർത്തെറിയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ മേഖലയില് അനേക മക്കളെ കെണിയിൽപ്പെടുത്തി പിശാച് അവന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയാനും ദൈവത്തിന്റെ ഹിത പൂർത്തീകരിക്കപ്പെടാനും ദൈവം പറഞ്ഞ പോലെ ജീവിക്കാനും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വൈദികർക്ക്, സന്യസ്തർക്ക്, പിതാക്കന്മാർക്കിടയാകട്ടെ. വെറും പാഴ്ജന്മങ്ങളായിട്ട് തീർന്ന് കുറ്റബോധത്തിന്റെ നിരാശയിൽ അടിമപ്പെട്ട് പിശാച് കൊണ്ടുപോകുന്ന ജന്മങ്ങളായി തീരാതിരിക്കാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ, അച്ഛന്മാർക്കിടയാകട്ടെ, കന്യാസിമാർക്കിടയാകട്ടെ, പിതാക്കന്മാർക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അല്പസമയം ആരാധനയിൽ നമുക്കായിരിക്കാം മക്കളെ. നിങ്ങൾ ഈ ശുശ്രൂഷ വിലമതിക്കണം. ഒത്തിരി സത്യമായ കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ അപകടകരമായ മേഖലയിൽ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ഈ വർഗത്തെ പുറത്താക്കി അവന്റെ കെണികളെ തകർത്ത് അവന്റെ ആധിപത്യങ്ങളെ നശിപ്പിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തെ, മക്കളെ, സഭയെ, പൗരോഹിത്യത്തെ വീണ്ടെടുക്കണം. പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്ന വലിയൊരു വിഷയം ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നു. പിശാച് കെണിയിൽപ്പെടുത്തി കർത്താവേ, അങ്ങയുടെ തിരുഹിതം നിറവേറപ്പെടാതിരിക്കാൻ വേണ്ടി തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും അതിനുവേണ്ടി ചില പല കൂട്ടുകെട്ടുകള്, ലഹരി മാഫിയകള്, അതോടൊപ്പം തന്നെ സിനിമകള്, റീലുകള്, ചില തെറ്റായ ധാരണകള്, കുടുംബത്തിലെ ചില ദുർമാതൃകകള്, കർത്താവേ, പല പല കാരണങ്ങൾ നിരത്തി സാത്താൻ പറയുന്ന പോലെ ജീവിക്കുന്ന അനേകം വിവാഹം വേണ്ട, മക്കള് വേണ്ട, ഈ യൗവനത്തിൽ വിവാഹം കഴിക്കേണ്ട മക്കള് പ്രായമേറി വിവാഹം കഴിക്കുന്നു. അതോടൊപ്പം പൗരോഹിത്യത്തിൽ വിളിക്കപ്പെട്ട വിളി
മനസ്സിലാക്കാതെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാതെ ജീവിക്കുന്ന ജന്മങ്ങള് കർത്താവേ അങ്ങ് തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നു, സാത്താൻ പ്രവർത്തിക്കുന്ന, അടിമപ്പെടുത്തി കെണിപ്പെടുത്തി അവന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ അന്ധമാക്കിയ മക്കൾ ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉപവാസവും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും ജപമാലയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തിയാൽ നിറച്ച് ഈ സാത്താന്റെ കെണിയിൽ നിന്ന്, അന്ധമാക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, അവന്റെ ഇഷ്ട നിർവഹണത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. സാത്താനെ കേൾക്കാതെ, ലോകാരൂപിയെ കേൾക്കാതെ, കൂട്ടുകാരെ കേൾക്കാതെ, സിനിമക്കാരെ പറയുന്നത് കേൾക്കാതെ, കണ്ടവന്മാര് പറയണ കേൾക്കാതെ, ഈശോയെ അങ്ങ് പറഞ്ഞ പോലെ കേട്ട് അനുസരിച്ച് യഥാർത്ഥമായ വിവാഹ ജീവിതത്തിലേക്ക് മക്കൾക്ക് ജന്മം കൊടുത്ത് ഓരോ ജീവിതാന്തസ്സിലേക്കും ഞങ്ങൾ പ്രവേശിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ പ്രവേശിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കൾ ജനിക്കട്ടെ. നല്ല സമയത്ത് ഈ വിവാഹങ്ങൾ നടക്കട്ടെ. കർത്താവേ, അവസാനം ആത്മസന്തോഷത്തോടെ, സംതൃപ്തിയോടെ അനേക മക്കൾക്ക് ജന്മം കൊടുത്ത് അനേകം ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിച്ചതിന്റെ ആ വലിയ ആത്മവിശ്വാസത്തോടെ, ആ വലിയ ചങ്കുറ്റത്തോടെ അങ്ങേക്ക് കർത്താവെ മഹത്വം കരയറ്റാൻ, അങ്ങേക്ക് സ്തോത്രം കേൾക്കാൻ, അങ്ങയുടെ മഹത്വമായി, അങ്ങയുടെ കീർത്തിയായി, അങ്ങയുടെ അഭിമാനമായി ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവ്, ഇങ്ങനെ ജീവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തി ആ മക്കളിലേക്ക് പ്രവഹിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഇങ്ങനെ തീരുമാനമെടുത്ത് ജീവിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ ശക്തി പ്രവഹിപ്പിച്ചുകൊണ്ട് അതിൽ ഈ മക്കളെ കുടുക്കിയിരിക്കുന്ന സാത്താന്റെ ശക്തികളെ, സാത്താന്റെ സാന്നിധ്യങ്ങളെ, അവന്റെ കെടികളെ, അവന്റെ വലകളെ തകർത്ത് ഞങ്ങളുടെ മക്കൾ വിടിവിക്കണമേ, മോചിപ്പിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധി, മനസ്സ്, ചിന്ത, വികാരങ്ങള്, ചില മുറിവുകള്, കുടുംബത്തിൽ നിന്നുണ്ടായ ദുർമാതൃകകള്, അതുമായിട്ട് ബന്ധപ്പെട്ട മുറിവുകള് എല്ലാം ഉണക്കണമേ. കർത്താവെ, അങ്ങയുടെ മക്കൾ അങ്ങയിൽ ആശ്രയിക്കട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങ് പറഞ്ഞ വചനമനുസരിക്കട്ടെ. അങ്ങ് പറഞ്ഞ മക്കൾ അങ്ങയുടെ കുരിശ് മനഃശക്തിയിൽ നിന്ന് ജീവന സമൃദ്ധി നൽകുന്ന ആ കരുണയിൽ ജീവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് ഈശോയെ. വേദനകളും നൊമ്പരങ്ങളും ഉണ്ട് ഈശോയെ. അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ വചനത്തിന്റെ ആ വലിയ സന്ദേശം ഉൾക്കൊണ്ട് ആ മേഖലകളിലൊക്കെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയ ഇടപെടൽ ഉണ്ടാകണം. അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. അങ്ങയുടെ വചനം മാംസം ധരിക്കണം. പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കും. മക്കളെ ഈശോയെ ആശീർവദിക്കുമ്പോൾ സാത്താന്റെ കെണിയിൽ നിന്ന്, ഈ വലയിൽ നിന്ന്, അവന്റെ പിടിയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് നമ്മുടെ മക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇത് നല്ല സമയത്ത് യൗവനത്തിൽ മക്കൾ ജനിക്കട്ടെ. അച്ഛന്മാരും കന്യാസിമാരും വിളിച്ച വിളിയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കട്ടെ. പാഴ്ജന്മങ്ങളായി തീരാതെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന, അതിനുവേണ്ടി വ്യയം ചെയ്യുന്ന, ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ഇല്ലാതായി തീരുന്ന വലിയ അഭിഷേകം സഭയില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബത്തില് സംഭവിക്കട്ടെ. ഈ ആശീർവാദത്തിലൂടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എന്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അനുഗ്രഹിക്കണമേ. ശക്തി പുറപ്പെടുവിച്ച് ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റി അവിടെ കെണികൾ തകർത്ത് സാത്താന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ വചനത്തിന് ശക്തിയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 11-12 യുവമക്കളുമായിട്ട് 2 ദിവസം ദിവ്യകാരുണ്യ യാത്ര നടത്താൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാനന്തവാടി, പിന്നീട് അതിലൂടെ തലശ്ശേരി വഴി വിളക്കന്നൂരൊക്കെ പോയി 2 ദിവസം ഈശോയുടെ കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കാർമൽ യൂത്ത് വേഴ്സിൽ പിള്ളേരോട് പറഞ്ഞിട്ട് 3-4 പേരൊക്കെയാണ് പേര് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും നല്ല താല്പര്യമുള്ള മക്കള് ഈശോയുടെ കൂടെ, ഞാൻ ആ മക്കളോട്, മക്കളെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈശോയുടെ കൂടെ യാത്ര ചെയ്യാനുള്ളതെന്ന്. പക്ഷെ മക്കൾക്കൊന്നും പലർക്കും മനസ്സിലായിട്ടില്ല. ഇതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക. അച്ഛൻ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, 9846218133. അച്ഛൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിന് വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി, അച്ഛൻ അതിന് റിപ്ലൈ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾ ഈശോയിലേക്ക് അടുക്കട്ടെ, കർത്താവിന്റെ ശക്തി സ്വന്തമാക്കട്ടെ, കർത്താവിനാൽ നയിക്കപ്പെടട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പൗരോഹിത്യത്തെയും സന്യാസ ജീവിതത്തെയും നമ്മുടെ സഭയെയും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെയും അനുഗ്രഹിക്കട്ടെ.